ശ്രീ ഐ സി ബാലകൃഷ്ണൻ, അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. സർ, ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത അങ്ങയെ കൃത്യമായി അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുകയാണ്. സർ 2011 പട്ടികവർഗ മേഖലയിൽ ഒരു സെൻസസ് നടന്നത്. സർ, അത് കണക്കനുസരിച്ച് ഏതാണ്ട് 12 പറഞ്ഞു അഭിനന്ദിച്ചു അതിലെ തുടങ്ങിയ വയനാട് 5 ലക്ഷമാണ് പട്ടികവർഗ വിഭാഗക്കാരുള്ളത്. സർ, ഏതാണ്ട് 37 സമുദായങ്ങളുണ്ട്. സർ, ഈ സമുദായങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക സബ് പ്ലാൻ പദ്ധതിയായി പട്ടികവർഗ പദ്ധതികൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വിഭാവനം ചെയ്യുന്നത്. സാർ, അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നിവിടെ ശംസുദ്ദീൻ സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി. സബ്മിഷനിൽ പറഞ്ഞിരിക്കുന്നത് അട്ടപ്പാടിയിൽ ഭവന നിർമ്മാണത്തിൽ ചൂഷണം. സാർ, ഈ ചൂഷണം നമുക്ക് തടയാൻ കഴിയണം. സാർ, ചൂഷണം തടയാൻ കഴിയണമെങ്കിൽ പട്ടികവർഗ സങ്കേത മേഖലകളിൽ വിദ്യാസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. സാറിന് വിദ്യാഭ്യാസത്തിനൊരു പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഉദാഹരണത്തിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് ലംസൺ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ഇ ഗ്രാൻഡ് അടക്കമുള്ള സംവിധാനങ്ങളാണ്. ഈ ഗ്രാൻഡ് കേന്ദ്ര ഗവൺമെൻറ് നിയമം ഓർഡർ ഇറക്കിയത് ഓഗസ്റ്റ്, ഡിസംബർ, മാർച്ച് 3 തവണയാണ് ഈ ഗ്രാൻഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനം ഓർഡർ ഇറക്കിയത്. അതേസമയം സംസ്ഥാന സർക്കാർ വർഷത്തിൽ 1 തവണയായിട്ടാണ് ഓർഡർ ഇറക്കിയിട്ടുള്ളത്. സാർ, ഇവർക്ക് സമയബന്ധിതമായി ഈ ഗ്രാൻഡ് ലഭിക്കണ്ടേ? അതിൽ തന്നെ അശാസ്ത്രീയമായ രീതി ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല സാർ, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ട് വഴി ലംസൺ ഗ്രാൻഡും ഈ ഗ്രാൻഡുകളൊക്കെ കൊടുക്കുന്നത് സ്വാഗതാർഹമാണ്. ചൂഷണങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ആ ചൂഷണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ ശനിയാഴ്ച സാർ എൻ്റെ നിയോജക മണ്ഡലത്തിലെ കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്ന് അവിടുത്തെ എച്ച് എം പറയുകയുണ്ടായി, സാർ, ഇവിടെ മിക്ക കുട്ടികൾക്കും അക്കൗണ്ട് ഇല്ല. കാരണം അവർ ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് എടുക്കണമെങ്കിൽ 200 രൂപ അടയ്ക്കണം. അവരുടെ മാതാപിതാക്കൾ അതിന് തയ്യാറാകുന്നില്ല. സാർ, ഇതുമായി ബന്ധപ്പെട്ട് 0 ബാലൻസ് അക്കൗണ്ട് ആക്കി മാറ്റുന്നതിന് വേണ്ടി വയനാട് ജില്ലയിൽ ഒരു ക്യാമ്പയിൻ ABCD പദ്ധതി അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാ രേഖകളോടും ഒരു ക്യാമ്പയിൻ. അതേപോലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ജില്ലാടിസ്ഥാനത്തിലോ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലോ ഒരു ക്യാമ്പയിൻ നടത്തിയാൽ എല്ലാ കുട്ടികൾക്കും ബാങ്ക് അക്കൗണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും. സാർ, പ്രഭാത ഭക്ഷണം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതാണ്. 1 മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം സാർ എന്നത് വെട്ടിച്ചുരുക്കിയിരിക്കുക. LP UP വിഭാഗങ്ങൾക്ക് മാത്രം പ്രഭാത ഭക്ഷണമാക്കി 8, 9, 10, +1, +2 കുട്ടികൾ പ്രഭാത ഭക്ഷണമില്ല. ഉദാഹരണം, ഒരു വീട്ടിൽ നിന്നും അനുജനും ജ്യേഷ്ഠനും സ്കൂളിൽ വരുമ്പോൾ അനുജന് പ്രഭാത ഭക്ഷണം, ജ്യേഷ്ഠന് ഭക്ഷണമില്ല. ഒരു വകതിരിവാണ് സാർ അത്. കൂടാതെ ഈ കുട്ടികൾക്ക് യൂണിഫോമും പാഠപുസ്തകവും സൗജന്യമായി കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ സംസ്ഥാനത്ത് ആ പദ്ധതി നിർത്തലാക്കിയിരിക്കുക വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ അത്തരം പദ്ധതികൾ തുടർന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അങ്ങേക്ക് കഴിയും. അങ്ങ് ഈ മേഖലയിൽ വളരെ നന്നായി സ്റ്റഡി ചെയ്ത, പഠനം നടത്തി വിജയിച്ചു വന്ന ഒരു മന്ത്രിയാണ് OR കേളു. പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അങ്ങനെ വളർന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാൻ കഴിയും. ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരുള്ള പഞ്ചായത്തിലാണ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് തിരുനെല്ലിയിൽ. അതിന് കഴിയും സാർ. അതോടൊപ്പം തന്നെ ഇന്ന് വയനാട്ടിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് റിസർച്ച് നടത്തുന്നതിന് വേണ്ടി ഒരു ITSR വയനാട് ജില്ലയിൽ എൻ്റെ മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരി ചെതലയത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് സാർ. നിരവധി കുട്ടികൾ അവിടെ റിസർച്ച് നടത്തുന്നുണ്ട് സാർ. അതൊരു ട്രൈബൽ യൂണിവേഴ്സിറ്റിയാക്കി ഉയർത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സഭയോട് അഭ്യർത്ഥിക്കുക സാർ. അതോടൊപ്പം തന്നെ ചൂഷണം എന്നൊക്കെ പറയുമ്പോൾ സാർ,
ഇന്ന് പട്ടികവർഗക്കാരുടെ നിരവധി കൃഷിഭൂമികൾ ഉപയോഗശൂന്യമായി കിടക്കുക. അവർ കൃഷി രീതിയിലെ കൊണ്ടുവരണം സാർ. കാലാവസ്ഥ വ്യതിയാനമനുസരിച്ചുള്ള കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് അവർക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് അവരെ കൃഷിയിടങ്ങളിലേക്ക് ഇറക്കി കൃഷി ചെയ്യിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇന്നെന്താ സ്ഥിതി സാർ? സുപ്രീം കോടതി പറഞ്ഞല്ലോ, അന്യാധീനപ്പെട്ട പോയ ഭൂമി തിരിച്ച് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. വിവിധ കോടതികൾ ഉത്തരവിറക്കി, ജഡ്ജിമെൻ്റ് ഉണ്ട്. ഗവൺമെൻറ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക, കഴിയുന്നില്ല. അട്ടപ്പാടി അടക്കമുള്ള മേഖലകളിൽ സാർ ഇന്ന് പട്ടികവർഗക്കാർ ഒരു തരിശായ ഭൂമി ഇന്നും ഇടനിലക്കാരൻ പാട്ടത്തിനെടുത്ത് വർഷങ്ങളോളം കൃഷികൾ ചെയ്ത് അവരുടെ കൈവശം വെച്ചിരിക്കുന്ന സാഹചര്യം ഇന്ന് വയനാട് ജില്ലയിലും അട്ടപ്പാടിയിലും ഈ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലുണ്ട്. സാർ അത്തരം ആളുകളെ കണ്ടെത്തി അവർ നടപടിയെടുത്ത് ഇവർക്ക് ആ ഭൂമി കൃഷി ചെയ്യാൻ തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം സാർ. പാട്ടകൃഷിയാണ് സാർ അവർ ചെയ്യുന്നത്. എത്ര വർഷമായി പാട്ടകൃഷി തുടരുന്നത്? ആ പാട്ടകൃഷി ചെയ്യുമ്പോൾ ഇവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ പല മേഖലകളിലും പരാതികളും പരിഭവങ്ങളും കേസ് പോലും നിലനിൽക്കുന്നുണ്ട് സാർ. അതോടൊപ്പം തന്നെ സാർ ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മെമ്പർമാർ പട്ടികവർഗ മേഖല ചോദ്യം ഉന്നയിച്ചു. ഈ പട്ടികവർഗ സബ് പ്ലാൻ പദ്ധതിയുടെ എക്സ്പെൻഡിച്ചർ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ സംബന്ധിച്ചു, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷം ബഡ്ജറ്റിൽ അനുവദിക്കുന്ന തുക കൃത്യമായി ചെലവഴിക്കാൻ കഴിയണ്ട സാർ. രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പ്ലാൻ ഫണ്ട്, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന കോർപ്പസ് ഫണ്ട്. സാർ ഇത് രണ്ടും യോജിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി തനത് വർഷം തന്നെ ആവശ്യമായ പദ്ധതികൾ അനുവദിച്ച് അത് എക്സ്പെൻഡിച്ചർ ആയില്ലെങ്കിൽ ഈ പാവങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചൂഷണമാണ് സാർ. അത് ഗവൺമെൻറ് തിരിച്ചറിയണം. ഇതിന് കൃത്യമായി മോണിറ്ററിംഗ് വേണം സാർ. ഈ മോണിറ്ററിംഗ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതികൾ കൃത്യമായി ചെലവഴിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ്, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു സാർ. ഊരുകൂട്ടങ്ങൾ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായങ്ങളനുസരിച്ച് പദ്ധതി രൂപീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ പിന്നോക്കം പോയിരിക്കുക. സെപ്പറേറ്റ് ഗ്രാമസഭ, സെപ്പറേറ്റ് ഊരുകൂട്ടം, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ വികസന സെമിനാർ, അത് ബഹുമാനപ്പെട്ട മന്ത്രിക്കറിയാം. മന്ത്രിയുടെ പഞ്ചായത്തൊക്കെ നല്ല രീതിയിൽ നടത്തിയതാണ് സാർ. ഇന്ന് ട്രൈബൽ ഹോസ്റ്റലുകൾ സാർ, നമ്മുടെ ഏതെങ്കിലും ഈ സംസ്ഥാനത്തുള്ള ഹോസ്റ്റൽ, ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ ഹൈടെക് ഹോസ്റ്റലായിട്ട് കാണിക്കാൻ കഴിയുമോ സാർ? ഇന്ന് നമ്മുടെ രാജ്യത്ത് ശാസ്ത്ര സാങ്കേതിക മേഖല അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ട്രൈബൽ ഹോസ്റ്റൽ ഹൈടെക്കായി കാണിക്കാൻ കഴിയുമോ സാർ? കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലുള്ള സംരക്ഷണം പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ, അത്ര പദ്ധതി ആവിഷ്കരിച്ചാൽ മാത്രമേ ഈ മേഖലയെ ചൂഷണം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ സാർ. ചികിത്സ സാർ, ഞാൻ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല സാർ. ചികിത്സ ധനസഹായം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഇവിടുത്തെ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, മോശപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്. പാവപ്പെട്ടവരൊരു മെഡിക്കൽ കോളേജിലോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ ട്രീറ്റ്മെൻറ്റിൽ കഴിയുമ്പോൾ അവർക്ക് ഗവൺമെൻറ് അനുവദിച്ച അർഹതയുള്ള ചികിത്സാ ധനസഹായത്തിന് വേണ്ടി ആപ്ലിക്കേഷൻ ഫോം റെഡിയാക്കി ജാതി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, സർവ്വ രേഖകളും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചില TOമാർ, ട്രൈബൽ എക്സിക്യൂഷൻ ഓഫീസർമാർ നിഷേധിക്കപ്പെടുക, അവർ പിന്തള്ളപ്പെടുക സാർ. അത്തരം ചൂഷണങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ് സാർ. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി വേണ്ടേ? ഞാൻ രാധാകൃഷ്ണൻ മിനിസ്റ്ററും അതിൻ്റെ മുൻപും UDF ഉള്ള സമയത്തൊക്കെ ഞാൻ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്ന ചില താപ്പാനകളായ എല്ലാ ഉദ്യോഗസ്ഥരും, ചില ഉദ്യോഗസ്ഥന്മാരും ചില ബിനാമികളുണ്ട്. അവരെ കണ്ടെത്താതെ ഇവരെ ചൂഷണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി പരിശോധിച്ച് വിദ്യാഭാഗിനി അടക്കമുള്ള പദ്ധതികൾ സമഗ്രമായ രീതിയിൽ നടപ്പാക്കി കൂടുതൽ വിദ്യാർത്ഥികളെ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഈ മേഖല അതിവേഗം ഈ പട്ടികവർഗ സമൂഹത്തെ, പട്ടികജാതി സമൂഹത്തെ ഈ നാടിന്റെ മാതൃകയായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ധനാഭ്യർത്ഥനയെ എതിർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.